ഞാൻ ചെയ്തിട്ട തണ്ണീർമത്തൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഏരിയയിലെ ഒരു അപ്പച്ചൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്നാ ചോദിച്ചു കുഴപ്പമില്ല, ഇപ്പൊ ചോദിച്ചു വന്നില്ല, അത് ചോദിക്ക്. നമ്മൾ രണ്ടുപേരും കൂടെ വെയിലത്ത് നടന്നു പോകുന്നു. നമ്മളൊരു കട കാണും. നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമോ? കുടിക്കും, തീർച്ചയായിട്ടും കുടിക്കും. അപ്പോൾ ഞാൻ പറയാ, അപ്പം നമുക്ക് 2 നാരങ്ങ നാരങ്ങ വെള്ളമല്ലേ, അത് കുടിക്കും. പക്ഷെ ഞാൻ കുപ്പിക്കകത്തുള്ള ജ്യൂസ് വാങ്ങിച്ച് കുടിക്കില്ല. അപ്പം അല്ലെങ്കിൽ അവിടെ ചെല്ലും പറയാം, മക്കളെ നാരങ്ങ വെള്ളമില്ല, ഒരു കാര്യം ജ്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് ആൾക്ക് ഓരോ ജ്യൂസ് കുടിക്കാം. ശരിയാവട്ടെന്ന് പറയാം, കടക്കാരനോട് പറയാം 2 ജ്യൂസ് വാങ്ങിക്കുക, ഇതുവരെ കുപ്പിയിൽ കാണും. അപ്പോൾ വാങ്ങിച്ച് കുടിക്കും. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് വാങ്ങിച്ച് കുടിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇത് നമ്മൾ സ്ഥിരമായി വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എതിർക്കാത്തപ്പോൾ ഈ കർഷകർ വിളവെച്ച് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഈ ഫ്രൂട്ട്സ് ഐറ്റംസിനെ മാത്രം എന്തിനാണ് അതിൻ്റെ കളർ ശരിയില്ല, അതിലേക്ക് മായം ചേർത്തിട്ടുണ്ട്, കളർ ചേർത്തിട്ടുണ്ടെന്ന് ഇല്ലാത്ത, അത് മരുന്നടിച്ചിട്ടുണ്ടെന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താ? അത് പറയുന്നത് ശരിയല്ലല്ലോ, തെറ്റല്ലേ? അപ്പോൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അത് ശരീരത്തിന് നല്ലതാണ്, ഇത് ശരീരത്തിന് കേടാണ്. എന്നാലപ്പോൾ ഇതിപ്പോൾ വെറുതെ വാങ്ങിച്ചില്ലേ, ശരീരത്തിന് വെറുതെ കേട് വരുത്തിക്കണ്ട, എടുത്ത് ഒഴിച്ച് കളഞ്ഞേക്ക്. ഇത്ര കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇത് കളയണ്ടേ? അത് ശരി, ഇപ്പോ കളയാൻ പറ്റില്ല. എന്താ ചെയ്യാ, ഓരോ സാഹചര്യങ്ങളെ. എന്നാ നമുക്ക് അടുത്തൊരു കാര്യം വീണ്ടും സംസാരിക്കാം.